Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Food കഴിച്ചെല്ലാവരും? ഇല്ല, എന്ത് പറ്റിയതാ? ടൈം ആയിട്ടില്ലേ? സമയമായില്ല മാം. കാപ്പി കുടിച്ചതേ ഉള്ളൂ. കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഉച്ചക്കാണോ കാപ്പി കുടിക്കുന്നത്? 11:30 കാപ്പി കുടിച്ചപ്പോ അവിടെ വിശപ്പായില്ല. ഞങ്ങളോട് മിസ്സിന് ഒരു മാസത്തേക്ക് ചോദിക്കണ്ട ഫുഡ് കഴിച്ചോന്ന്. അതോ ഞാൻ പെട്ടെന്നാണ് ചോദിച്ചത്. നിങ്ങക്ക് നോമ്പുള്ള കാര്യം മിസ് മറന്നുപോയി കേട്ടോ. സോറി കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ആളുകളോട് അത് മിസ് ചോദിച്ചത് കേട്ടോ. പെട്ടെന്ന് മറന്നുപോയി മിസ്, സോറി. ചുമ്മാ തമാശ പറഞ്ഞു. സോറി ഒന്നും വേണ്ട, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞല്ലോ. പിന്നെ എന്താണ് ഷാനി ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ, എന്ത് പറ്റി? മിസ്സേ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ പിന്നാലെ നടക്കായിരുന്നു ഇന്നലെ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ എടുത്ത് നിർത്തിയത് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരെയാണ് അല്ലെ. IMM വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, എന്തായിരുന്നു IMM എന്ന് പറഞ്ഞാല്? ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷൻ, ഏകോപനത്തെയാണ് നമ്മൾ പറയുന്നത് IMM. ഓക്കെ, നമ്മൾ എന്താ അതിൽ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് അവര് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനോട് പറയും അല്ലെ. എന്നിട്ട് അവര് ലിസ്റ്റ് ഇട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സാധനങ്ങൾ അവർ വാങ്ങിച്ച് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നതിനെയാണ് നമ്മള് IMM എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനത്തെയാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് അഡ്വാൻറ്റേജ് ഓഫ് IMM. നോക്കാം ഏതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബെറ്റർ അക്കൗണ്ടബിലിറ്റി, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റിന്റെ ഷോർട്ട് ഫോം ആണ് DEPT എന്ന് പറയുന്നത്. ബെറ്റർ പെർഫോമൻസ്, മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. ഓക്കെ, അപ്പോ ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അതനുസരിച്ച് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത് അത് കൃത്യമായിട്ട് അവര് നോക്കി ലിസ്റ്റ് ഇട്ട് പ്ലാൻ ചെയ്ത് അത് കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു അല്ലെ. അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. അതാണ് ബെറ്റർ അക്കൗണ്ടബിലിറ്റി പറയുന്നത്. ഇനി എന്താണ്? കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാതെ അവർക്ക് വേണ്ട സാധനങ്ങള് ലിസ്റ്റ് പ്രകാരം പ്ലാൻ ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് IMM എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി എന്താ? ബെറ്റർ പെർഫോമൻസ്. എന്താണ് ബെറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാല്? IMM-ന്റെ നേതൃത്വത്തിൽ പർച്ചേസ് ചെയ്ത് അത് കൃത്യമായിട്ടുള്ള പ്ലേസിൽ നിന്ന് കൃത്യമായിട്ടുള്ള ടൈമില് കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയില് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്തിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെയാണ് ഐറ്റംസ് വേണ്ടത്, എത്ര എണ്ണം അല്ലെ, കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില് ക്വാളിറ്റിയില് എത്തിച്ചു കൊടുക്കുന്നു അല്ലെ. അതിനെയാണ് ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. എന്താണ്? ഓരോ മെറ്റീരിയൽസിന്റെയും വിവര പട്ടിക അല്ലെ, സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. വിവര പട്ടിക എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്റ്റോർ ചെയ്ത് വെക്കും,
അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് അതിനെ കുറിച്ചുള്ള ഇൻവെന്ററി അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. നിങ്ങളൊന്ന് നോക്കുക, ഓരോ ഓർഗനൈസേഷനിലും എന്തുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉണ്ട് അല്ലെ. അപ്പോ അവരുടെ സ്റ്റോക്ക് എടുക്കുന്നതും അതിന്റെ പർച്ചേസ് ഡീറ്റെയിൽസും അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോ ഇപ്പോ എന്തെങ്കിലും വിവരങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് അത് എളുപ്പമാണ്. അതുപോലെ തന്നെ പേപ്പർ റെക്കോർഡ്സിലൊക്കെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ ആയിട്ടൊക്കെ നമ്മൾ എഴുതി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് വീണ്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. മിസ്സായി പോവാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എറേഴ്സുകളൊക്കെ വരാം. പക്ഷെ ഇങ്ങനെയുള്ള ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെയൊക്കെ എൻ്റർ ചെയ്ത് വെക്കുന്നതിലൂടെ തെറ്റുകൾ കുറയ്ക്കാനായിട്ടും പിന്നീട് അത് വീണ്ടെടുക്കാനായിട്ടും നമുക്ക് എളുപ്പമാണ്. പെട്ടെന്ന് നോക്കി അതിന്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ ചെയ്യുന്നത് വളരെ എളുപ്പത്തിലുള്ള മെത്തേഡാണ്. ഇനി എന്താണ്? മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. എന്താണ് ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്തൊക്കെയാണ്? എക്സ്പയറി ആയിട്ടുള്ള മെഡിസിനുകള്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പല മെറ്റീരിയൽസും, ഇപ്പൊ പേഷ്യൻസിന് യൂസ് ചെയ്തിരിക്കുന്ന സിറിഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലെ. അപ്പോ യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്താണ്? നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നു. ഓക്കെ, അതാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ. ആക്രി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, സ്ക്രാപ്പിൽ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്? അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഡിസ്പോസൽ ചെയ്താണ് കളയുന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ബെറ്റർ അക്കൗണ്ടബിലിറ്റി, coordination of activities in the department, better performance, management of materials information system is easy, materials handling and transportation, scrap and surplus control and disposal. Ini next ആണ് ഇത് IMM does cost reduction techniques such as IMM ന്റെ cost reduction techniques ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, ഫംഗ്ഷനില് മൂല്യ വിശകലനം. അതുപോലെ നെക്സ്റ്റ് ആണ് വെറൈറ്റി റിഡക്ഷൻ. എന്താണ്? വൈവിധ്യം കുറയ്ക്കുക. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഈ BP ചെക്കിംഗ് മെഷീന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ എക്സാമ്പിൾ വെച്ചിട്ട്? അതാണ് അതിൽ വരുന്നത് കേട്ടോ, വെറൈറ്റി റിഡക്ഷൻസ്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരം നിശ്ചയിക്കുക അല്ലെ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ദീർഘനാൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റെനൻസ് വർക്കോ റിപ്പയേഴ്സോ ഒന്നും വരില്ല. അതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി കാണുക അല്ലെ. ഇപ്പൊ എന്താണ്? സ്വർണത്തിന് എന്താണ് വരും കാലങ്ങളിൽ വില കൂടും എന്നുള്ള ആ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഇപ്പോ സ്വർണം വാങ്ങിച്ചു വെക്കുന്നു. അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് അനാലിസിസ്, വിപണി വിശകലനം ചെയ്യുക എന്നാണ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ഇപ്പോ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇപ്പോ ക്വാളിറ്റി ഉണ്ടോ, മാർക്കറ്റിൽ അത് അവൈലബിൾ ആണോ, മാർക്കറ്റ് വാല്യൂ ഉണ്ടോ, പർച്ചേസ് ചെയ്യാനായിട്ട് അത് നമുക്ക് കിട്ടുമോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് അനാലിസിസിൽ വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്തിന്റെ ടെക്നിക്സ് ആയിട്ട് പറയുന്നത്? IMMന്റെ ആ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് പറയുന്നത്. വാല്യൂ അനാലിസിസ്, വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് അനാലിസിസ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് വാല്യൂ അനാലിസിസ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? വാല്യൂ അനാലിസിസ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച് to recognize unnecessary cost connected with any part
any product, materials, part, component, system, or services. This process is necessary for cost reduction. Value relies on function as well as on the cost. Value analysis of a material gives more importance to the utility of the materials than its cost. അപ്പൊ എന്താ പറയുന്നത്? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം, സർവീസസ് ഇവയുമെല്ലാം സംബന്ധിച്ച് അനാവശ്യ ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സംവിധാനത്തെയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം ആൻഡ് സർവീസസ് ഇവയെല്ലാം സംബന്ധിച്ച് അനാവശ്യ ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാല്യൂ അനാലിസിസ് വഴി നമുക്ക് കോസ്റ്റ് റിഡക്ഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് വാല്യൂ എന്നാണ് അവിടെ പറയുന്നത്? വാല്യൂ റിലൈസ് ഓൺ ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ ദ കോസ്റ്റ്. എന്താണ് വാല്യൂ എന്നത്? ഫങ്ഷനെയും അതുപോലെ തന്നെ കോസ്റ്റിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്താണ്? വാല്യൂ അനാലിസിസ് ഓഫ് ദ മെറ്റീരിയൽ ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ യൂട്ടിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ ദാറ്റ് ഈസ് കോസ്റ്റ്. വാല്യൂ അനാലിസിസിൽ പ്രാധാന്യം നൽകുന്നത് എന്താണ്? വിലയേക്കാൾ കൂടുതൽ അതിന്റെ യൂസസിനാണ്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഐഫോണിന് എത്ര വിലയാണ്? എത്ര വിലയുണ്ടാവും ഐഫോൺ? നമ്മളുടെ കയ്യിലുള്ള റിയൽമി, അതുപോലെ തന്നെ എന്താ ഈ വിവോ അല്ലെ, ഓപ്പോ, അങ്ങനെയുള്ള ഫോണിന്റെ വിലയേക്കാൾ എത്ര ഇരട്ടി? 4 ഇരട്ടി അല്ലെ? അങ്ങനെയുള്ള വിലയാണ് ഐഫോണിന്. നമുക്കൊന്നും കാണാൻ പറ്റാത്ത വിലയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വില 2 lakh എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ. 2 lakh എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ ആളുകൾ വാങ്ങിക്കാതിരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഐഫോൺ ആളുകൾ വാങ്ങിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? ഗുഡ് ക്വാളിറ്റി ആണ് അല്ലെ? അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ ക്യാമറ, പല രീതിയിലുള്ള ഫങ്ഷൻസ്, അങ്ങനെയുള്ള അതെ അതുകൊണ്ടാണ് ആളുകൾ ഐഫോൺ വാങ്ങിക്കുന്നത് അല്ലെ? പല കുട്ടികളും പറയാറുണ്ട് എനിക്ക് ഐഫോൺ വാങ്ങിച്ചു തരാനായിട്ട് പാരന്റ്സിനോട് അല്ലെ? അത് എന്തുകൊണ്ടാണ്? അതിന്റെ വിലയേക്കാൾ അവര് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? അതിന്റെ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, ക്യാമറയുടെ ക്ലാരിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഐഫോൺ വാങ്ങിക്കാനുള്ള കാരണം അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് വിലയേക്കാൾ അതിന്റെ യൂസിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇനി വാല്യൂ ഈക്വൽ ടു ഫങ്ഷൻ കോസ്റ്റ്. വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ ഓഫ് okay, value increases by increasing the function of or decreasing the cost. എന്താണ് വാല്യൂ ഇൻക്രീസസ്? വാല്യൂവിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ. വാല്യൂ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്? ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയോ അതുപോലെ തന്നെ ഡിക്രീസിംഗ് ദ കോസ്റ്റ്, കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ വാല്യൂ ഇൻക്രീസ് ആകുന്നത്? ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ. ഫങ്ഷൻസ് ഇൻക്രീസ് ആകുമ്പോൾ വാല്യൂ ഇൻക്രീസ് ആകുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഐഫോൺ, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ വെറൈറ്റി ഓഫ് അല്ലെ, വെറൈറ്റി ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ക്യാമറ അല്ലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ അതിന് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഇൻക്രീസ് ആകുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ വാല്യൂല് ഇൻക്രീസ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഐഫോൺ എടുക്കാം, അതിന്റെ അതൊന്ന് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോ ഇൻക്രീസിംഗ് ദ ഫങ്ഷൻ, അതിന്റെ ഫങ്ഷൻ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് അതിന്റെ ഫങ്ഷൻ നല്ല രീതിയിൽ എന്താ നല്ല ക്വാളിറ്റി ഉള്ള ഫങ്ഷൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂലും ഇൻക്രീസ് വരുന്നുണ്ട്. ഇനി നോക്കിയേ, വാല്യൂ ഇൻക്രീസ് ആകുന്നത് ഡിക്രീസ് ഇൻ ദ കോസ്റ്റില് അല്ലെ? കോസ്റ്റ് ഡിക്രീസ് ആകുമ്പോൾ വാല്യൂ ഇൻക്രീസ് വരുന്നുണ്ട്. അതായത്
ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് ഡിസ്കൗണ്ട് സെയിൽസിൽ കുറേ മെറ്റീരിയൽസ് കിടക്കുന്നു. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടു, ഷോപ്പിൽ ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിൽസ് ആയിട്ട് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? എന്തായാലും നമ്മള് സ്ത്രീകളാണ് അല്ലെ, പെണ്ണുങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാതെ ഒന്നും ഇരിക്കില്ല, ഇല്ലേ? നോക്കുവോ നിങ്ങള്? പോയി നോക്കൂ അല്ലെ? അപ്പൊ പോയി നോക്കുമ്പോ എത്രയാണ് വില എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ലെങ്കിൽ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ എന്താണ്, പലരും ഡിസ്കൗണ്ട് സെയിൽസിൽ കൊടുക്കുമ്പോ പല മെറ്റീരിയൽസും പലരും പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോ അങ്ങനെ കോസ്റ്റ് കുറയുമ്പോഴും അതിന്റെ വാല്യൂവിൽ, ആ മെറ്റീരിയൽസിന്റെ വാല്യൂവിൽ എന്ത് വന്നു? ഇൻക്രീസ് ആയി. മനസ്സിലായോ? അതാണ് രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇൻക്രീസിങ് ദ ഫംഗ്ഷനും ഡിക്രീസിങ് ദ കോസ്റ്റും. അതിനകത്തും രണ്ട് കാര്യങ്ങളിലും വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജിന്റെ നാലാമത്തെ പോയിന്റോ? ഓക്കെ, നാലാമത്തെ പോയിന്റ് മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഇസ് ഈസി. അതായത് മെറ്റീരിയൽസിന്റെ വിവരങ്ങൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പറയുന്നത്. അതിന്റെ പർച്ചേസിങ് നടത്തിയ ഡേറ്റ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ഈ എന്തിനാണ് കമ്പ്യൂട്ടർ സംവിധാനത്തിൽ മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഈ ആവശ്യമുള്ളപ്പോൾ മെറ്റീരിയൽസ് അതിന്റെ പ്രോസസ്സിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് അറിയാനായിട്ട് പറ്റും ആ സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തിട്ടുള്ള ആ സ്റ്റോക്കിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് നോക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് അവിടെ പറയുന്നത്. മനസ്സിൽ കഴിഞ്ഞോ? ഓക്കെ,
ഇനി നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. വാല്യൂസിനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. ഏതൊക്കെ വാല്യൂസ് ആണ് നോക്കി. ഫങ്ഷണൽ വാല്യൂസ്, എക്സ്ചേഞ്ച് വാല്യൂ, എസ്റ്റീം വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം വാല്യൂ. എന്താണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ? റിലേയിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ച്. അപ്പൊ ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാല്യൂവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂല് വരുന്ന വ്യത്യാസം, അല്ലെ? ഒരു വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തായിരിക്കും അതിന്റെ വാല്യൂല് വരുന്ന വ്യത്യാസം എന്നാണ് പറയുന്നത്. അതായത് ഐഫോൺ തന്നെ നമുക്ക് എടുക്കാം. അതില് എന്താണ് അതിന്റെ വില എന്ന് പറഞ്ഞാല് വളരെ കൂടുതലാണ്, അല്ലെ? മറ്റു ഫോണുകളെ അപേക്ഷിച്ച് അതിന്റെ വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ എന്താണ് നമ്മൾ പറയുന്നത് അല്ലെ, ക്യാമറ വളരെ ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്, അല്ലെ? അപ്പൊ അതിനെന്താണ് ആ വസ്തുവിന്റെ ആ ഫങ്ഷനെ ബേസ് ചെയ്താണ് അതിന്റെ വാല്യൂവില് വ്യത്യാസം വരുന്നത്. അതാണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, വസ്തുവിന്റെ ഫങ്ഷനെ ബേസ് ചെയ്തായിരിക്കും വാല്യൂവില് വ്യത്യാസം വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിയേ, giving a thing that is older and buying a new one. Example, TV, refrigerator. അപ്പോ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാറുണ്ട്. എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ വരുമ്പോൾ എന്താണ്, നമ്മൾ പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങിക്കുന്നു. പഴയ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് തൽക്കാലത്തേക്ക് ഓടുന്നുണ്ടാവും, അല്ലെ? അപ്പൊ എന്നാലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ വരുമ്പോ പുതിയ TV പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നു, പഴയ ഫ്രിഡ്ജ് കൊടുത്ത് പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? എസ്റ്റീം വാല്യൂ. പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്. എന്താണ് എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മോഹവില കൊടുത്ത് വാങ്ങിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? മോഹവില കൊടുത്ത് വാങ്ങിക്കുന്നതൊക്കെ എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം അന്തസ്സുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോ ചില ഫാൻസി നമ്പറൊക്കെ ഉള്ള കാറുകൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. കാറുകള്, അതുപോലെ തന്നെ ഇപ്പോ ലാൻഡ് നമ്മൾ വാങ്ങിക്കാറുണ്ട്, നമ്പർ പ്ലേറ്റ്. അത് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ലാൻഡുകള് നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഓരോ സീരിയൽ നമ്പർ ഉള്ള കാറുകള്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആസ് പെർ മോണിറ്ററി വാല്യൂ. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, അല്ലെ? ഒരു വസ്തു ഇപ്പൊ നമ്മളൊരു ബിസ്ക്കറ്റ്, ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, അല്ലെ? 10 രൂപ. ഒരു വസ്തുവിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, ആ വസ്തുവിന് കൃത്യമായിട്ടുള്ള വില കൊടുക്കുന്നു, അത് നമ്മൾ വാങ്ങിക്കുന്നു. അതാണ് എന്ത്? അതിന്റെ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് 10 രൂപ കൊടുത്ത് നമ്മൾ ആ ബിസ്ക്കറ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ 5 രൂപയുടെ ലക്സി പെൻ ആണെങ്കിൽ 5 രൂപ കൊടുത്ത് കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു, അല്ലെ? കൃത്യമായിട്ടുള്ള പൈസ കൊടുത്ത് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അതാണ് അതിന്റെ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, ആ ചിലവ്, ആ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ എത്ര രൂപയാണോ, 5 രൂപയാണോ 10 രൂപയാണോ എങ്കിൽ അത് കൊടുത്തിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. അതാണ് കോസ്റ്റ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ദി ലൈഫ് ടേൺ ഓഫ് ദ മെറ്റീരിയൽ. അപ്പൊ എന്താണ്? ഒരു വസ്തു ഉപയോഗശേഷം പിന്നീട് അതിന് ഉപയോഗിക്കാൻ പറ്റാതെയായി, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കും, അല്ലെ? സ്ക്രാപ്പിൽ കൊടുത്തിട്ട് അതിന് നമ്മൾ തൂക്കി വിറ്റ്, ഇപ്പോ വീടുകളിലൊക്കെ നമ്മളിപ്പോ എന്താ പേപ്പറുകൾ, ന്യൂസ് പേപ്പറുകളൊക്കെ ഇങ്ങനെ അട്ടിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവുമല്ലോ വീടുകളിലൊക്കെ, വരുത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഡെയിലി വരുത്തുന്നവരുണ്ടെങ്കിൽ. അപ്പൊ അതെന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടിക്കഴിയുമ്പത്തിനും നമ്മള് സ്ക്രാപ്പിൽ കൊണ്ടുപോയിട്ട് അത് തൂക്കി വിറ്റ് എത്ര രൂപയാണ്, എത്ര കിലോ ഉണ്ട്, അത്രയും കാശ് നമ്മൾ വാങ്ങിക്കുന്നു. അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അതുപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങള്, അങ്ങനെയുള്ള അലൂമിനിയം പാത്രങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്?
ടൈം വാല്യൂ, ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാള് അത് നിലനിൽക്കും എന്നതിനനുസരിച്ചാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ മെഡിസിൻ തന്നെ, ഹോസ്പിറ്റലുകളിലെ മെഡിസിൻ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റില്ല, എക്സ്പയറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അപ്പൊ എത്ര നാള് അത് അതിന്റെ എക്സ്പയറി ഡേറ്റിന് തൊട്ട് മുൻപ് വരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതാണ് അതിന്റെ ടൈം വാല്യൂ എന്ന് പറയുന്നത്. എത്ര നാള് നമ്മളത് നിലനിൽക്കും എന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ ടൈം വാല്യൂ വരുന്നത്. എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റും, എത്ര നാളത് നിലനിൽക്കുന്നുണ്ട്, അതിന്റെ എക്സ്പയറി ഡേറ്റ് ആകുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ടൈം വാല്യൂ. കിട്ടിയോ? അയച്ചു നോക്കാം കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം വാല്യൂസ്. കുറയുന്നില്ല, ഈ തൊണ്ടയിൽ ഭയങ്കര കഫം വന്നടഞ്ഞ് ഇരിക്കുന്നു. മരുന്ന് തീരാറായി, കഴിച്ച് ഹോമിയോണ് കഴിക്കുന്നത്, അത് തീരാറായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോ നിർത്തുമ്പോ അപ്പൊ വരും. രാത്രിയാകുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തൊണ്ടയിൽ സൗണ്ട് ഇങ്ങനെ അടയും. ഇപ്പൊ അത് വൈറസാന്ന് പറയുന്നുണ്ട്. ഭയങ്കര ചുമ വന്നു കഴിഞ്ഞാൽ 1 മാസം ഒക്കെ വരെ ഇങ്ങനെ അതെ ടൈം എടുക്കും, പോവില്ല. എല്ലാവർക്കും ഉണ്ട്, വീട്ടിലിപ്പോ എല്ലാവർക്കും ഉണ്ട്, ഹസ്ബൻഡിന് മാത്രം വരാത്തുള്ളൂ. എനിക്ക് എല്ലാവർക്കും ചെറിയാണ്. കൊച്ചിന് വന്നപ്പോ മാറി, അവൾക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടായില്ല. ആളിങ്ങനെ ചെറുപ്പ് കൊടുത്ത് അങ്ങനെ മാറി. വരാതിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അത് ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കണമെന്നുണ്ട്. അതാണ് പ്രശ്നം. അതെ, സൗണ്ട് പോകും. ഇപ്പോഴത്തെ ചുമ എങ്ങനെയാണ്, സൗണ്ട് പോകും. സൗണ്ട് പോയി കഴിഞ്ഞാൽ സൗണ്ട് അടയുന്ന പറയുന്നത്. എനിക്ക് ഇടക്കിടക്ക് ഇപ്പൊ മരുന്ന് ഇങ്ങനെ കഴിഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് അതൊക്കെ കുടിക്കുള്ളൂ. മരുന്നൊക്കെ പോയി വാങ്ങിക്കണേ ഇനി, അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല. അതെ, പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. അതാണ് ബുദ്ധിമുട്ട്. പോയി കഴിഞ്ഞാൽ നമ്മുടെ പണി പാടും. എന്ത് ചെയ്യാനാ, കൊറോണ പോലത്തെ വൈറസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കാട്ടോ. ചുമ ആകുമ്പോ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാം, ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു ചുമ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാറില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു, അത് വെറുതെ. അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിക്കരുത് നിർത്തി. ചുമ വരുമ്പോ ഇംഗ്ലീഷ് മരുന്ന് സിറപ്പ് കഴിക്കും മനസ്സിലാവും. പക്ഷെ രക്ഷയില്ല, കഴിച്ചു കഴിഞ്ഞാലൊരു തൽക്കാലം ഒരു ആശ്വാസം. അത് കഴിഞ്ഞാൽ പിന്നെയും വരും. ഏത് മരുന്ന് കഴിച്ചാൽ നമുക്ക് തന്നെ കഴിച്ചോല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചുമ വന്നു കഴിഞ്ഞാൽ 1 മാസം ചിലപ്പോൾ 2 മാസം വെറുപ്പിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും അങ്ങനെ. പിന്നെ ചുമ കുറയുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടകുത്തി ഇങ്ങനെ വരും. തൊണ്ടകുത്തിൽ വന്നു കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല പിന്നെ. പിന്നെ ഇപ്പോ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഭയങ്കര പൊടിയാണല്ലോ. അപ്പൊ എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ട് പുറത്ത് പോകാൻ നോക്കാട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് പൊടിയാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അലർജീസ് ഇതൊക്കെ ലങ്സിലോട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട് പൊടി. അതെ,
മാസ്ക് യൂസ് ചെയ്യാട്ടോ, എല്ലാവരും മാസ്ക് യൂസ് ചെയ്തിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങണം. നമ്മളെ തന്നെ നമ്മൾ സംരക്ഷിക്കുക. മാസ്ക് യൂസ് ചെയ്താൽ ഒരുവിധം ചുമക്ക് കുറവുണ്ടാവും. കഴിക്കുന്നത് ഇതാണ്, ഹോമിയോ ആണ് കഴിക്കുന്നത്. വേറൊന്നും കഴിക്കാറില്ല. ഇഞ്ചിയും തേനൊക്കെ വെച്ച് കഴിച്ചു നോക്കി. കുറവുണ്ട്. ഇഞ്ചിയും തേനൊക്കെ വെച്ച് കഴിച്ചപ്പോ നല്ലോണം കഫം ഇളകാൻ തുടങ്ങി. അത് കഴിച്ചാണ് പിന്നെ സൗണ്ട് അടവ് വന്നു. സൗണ്ട് അടഞ്ഞു കഴിഞ്ഞാല് പിന്നെ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മരുന്ന് വാങ്ങിച്ചത്. വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ കുറവുണ്ട്. അത് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാല് പിന്നെയും വരും. അതാണ് പ്രശ്നം. സ്റ്റോപ്പ് ആക്കിയാ പിന്നെയും വരും. ഇഞ്ചി കുത്തിപ്പിഴിഞ്ഞിട്ട് അതിന്റെ നീരെടുക്കാം. തേനും ജിപ്പ് ചെയ്തോളൂ. ദൈവമേ, നല്ല ചുമയാണ്. അത് കഴിച്ചു നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കാട്ടോ. ആവി മസ്റ്റ് ആണ്. ആവി പിടിക്കുന്നത് നമ്മുടെ കഫൊക്കെ ഇങ്ങനെ ഇളകും. പിന്നെ ഈ തൊണ്ടയിൽ വന്നിരിക്കും കഫം. നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോഴും ഡിസ്റ്റർബൻസ് ആണ് തൊണ്ടയിൽ. ഇപ്പൊ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നത്. ഈ തൊണ്ടയിൽ കഫം വന്നിരിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് ശിരസിലെ കഫമുണ്ട്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അതും അത് ഇളകിയപ്പോ പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ചൂടുവെള്ളം കുടിച്ചാൽ മതി. അപ്പൊ ആവി പിടിക്കാൻ പറയുന്നുണ്ട്. അതെ അതെ. അല്ലാണ്ട് ഒരു രക്ഷയില്ലല്ലോ അല്ലേ. നമ്മുടേതായിട്ടുള്ള പൊടിക്കൈകൾ വെച്ച്. പക്ഷെ പൊടിക്കൈകൾ വെച്ചത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് അപകടത്തിലേക്ക് നയിക്കും. ഡോക്ടറെ കാണാണ്ടോ എന്തായാലും. എന്റെ മമ്മിയൊക്കെ ചലിക്കുമ്പോ ഒരു 2-3 ആഴ്ച തോന്നുന്നു ചുമ വന്നിട്ട് ആൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എന്നിട്ട് ആളുടെ പൊടിക്കൈ വെച്ചിരിക്കുന്നില്ല. പക്ഷെ അത് മാറുന്നില്ല. എന്നിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞ ആദ്യം ആൾക്ക് മുട്ടിന് തേയ്മാനമുണ്ട്. അപ്പൊ ആ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു തേയ്മാനത്തിന്റെ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് ആദ്യം ചുമ മാറട്ടെ, ചുമക്കുള്ള മരുന്ന് കൊടുത്തേക്കാന്നൊക്കെ ഇന്നലെ പോയപ്പോ. ചുമ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറയാത്ത മരുന്ന് ചെയ്യാം, 2 പേര് കഴിക്കണ്ടാവുമ്പോ. അതാണ്. അപ്പൊ ഇങ്ങനെ വെച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടിക്കൈയൊക്കെ വെച്ചോണ്ടിരുന്നത് കുറയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഡോക്ടറെ കാണാണ്ടോ എല്ലാവരും. ഇപ്പോഴത്തെ ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മാറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാസ്ക് വെക്കുക, നിർബന്ധമായിട്ട് മാസ്ക് വെച്ചിട്ട് ഇറങ്ങാം. രക്ഷയില്ല. അല്ലാണ്ട് ഇപ്പോ ഫെബ്രുവരിയിലായിട്ടുള്ള മാർച്ച് ഏപ്രിൽ മെയ് കിടക്കും 3 മാസം നമ്മള്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? രാത്രിയൊക്കെ രാത്രിയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊന്ന് ഉണർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതല്ല ഞങ്ങളുടെ കിടക്കുന്നത് 11 മണിയാവും. 10 മണി അത്രയൊക്കെയോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിടക്കും. അത് കഴിഞ്ഞത് കിടന്നു വരുമ്പോഴത്തേനും നമ്മള് ചിലപ്പോ പെട്ടെന്ന് എങ്ങാനും അങ്ങോട്ടൊക്കെ തിരിഞ്ഞെടുക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് ഉണർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷയില്ല ഉറങ്ങാനായിട്ട്. ചൂട് കൂടും. ഹസ്ബൻഡ് നൈറ്റാണ്. ഹസ്ബൻഡിന് ജോബില് പോകുന്നത് നൈറ്റാണ്. വീട്ടില് ഞാൻ പറഞ്ഞില്ല അമ്മായിമ്മ മരിച്ചപ്പോ അമ്മായിമ്മന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആൾക്കിങ്ങനെ ഓർമ്മക്കേടൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോ ഞങ്ങള് 2 പേരും പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ. മോള് സ്കൂളിൽ പോകും. അപ്പൊ ഹസ്ബൻഡിന് ഡേ പോകാൻ പറ്റില്ല. എപ്പോഴും ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് നൈറ്റ് തന്നെയാണ് പോകുന്നത് ജോലിക്ക്. അപ്പൊ നൈറ്റ് ഉച്ചക്ക് പോയാണെങ്കിൽ ഉച്ചക്ക് 2:30 പോകുമ്പോ രാത്രി ഒരു 1:30 വരും. അപ്പൊ നമ്മളെങ്ങനെ തട്ടി വിളിക്കും, ജനലൊന്ന് തുറക്കാനായിട്ട്, വാതിൽ തുറക്കാനായിട്ട്. അങ്ങനെ വാതിൽ തുറക്കാനായിട്ട് എണീക്കുമ്പോ മോൾക്ക് 6 വയസ്സ്. വാതിൽ തുറക്കാനായിട്ട് എണീക്കുമ്പോ നമ്മൾ ഉണർന്നല്ലോ.
പിന്നീട് ഉറങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചൂടെടുത്തിട്ട് നമുക്ക് രക്ഷയുണ്ടാവില്ല നിൽക്കാനായിട്ട്. അതെ, ഉറക്കം പോകും നമ്മളുടെ. അതാണ്. സ്പെയർ കീ ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു കീ എൻ്റെ അടുത്തും ഒരു കീ ആളുടെ അടുത്തും ഉണ്ട്. തുറന്ന് പിന്നെ ഞങ്ങളുടെ വാതിലൊക്കെ പിന്നെ ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ട് എടുക്കണം ഞങ്ങളുടെ റൂമിൽ. ആ വാതിൽ തുറന്നു കൊടുക്കാനായിട്ട് നമ്മൾ എന്തായാലും നീക്കണം. നമ്മളുടെ ഉറക്കം പോവും. ഒന്നാമത്തെ ചൂടും ഓക്കെ. വായിച്ചു കഴിഞ്ഞാ വർത്താനത്തിലായല്ലേ? വായിച്ചോ നിങ്ങൾ? എല്ലാം വായിച്ചു വെക്കുക. വീട്ടിലെ കഥകളൊക്കെ കേട്ട് രസിച്ചിരിക്കാറാണ്. പാലക്കാട് ഭയങ്കര ചൂടാണ്. നമ്മളുടെ ഇവിടുത്തെ കാട്ടിൽ പാലക്കാട് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പാലക്കാട് ഭയങ്കര ചൂടാന്ന് പറയുന്നത്. ആരെങ്കിലും ഉണ്ടോ പാലക്കാട് ക്ലാസ്സില്? കഴിഞ്ഞു പോകും. അതെ. ഓ ബെസ്റ്റ്. AC ഉണ്ടാ വീട്ടില്? AC ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ആശ്വാസമാണ്. AC ഇല്ല. ഓക്കെ. എന്ത് ചെയ്യാനാ? AC വരെ കഴിഞ്ഞു പോവല്ലേ? ഓക്കെ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ ഭാഗ്യവാന്മാരാണല്ലേ. പാലക്കാടിനെ സംബന്ധിച്ച് അത്ര ചൂടുണ്ടാവില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ പഠിക്കാം നമുക്ക്. വർത്താനം ചെയ്ത് നല്ല വർത്താനമല്ലേ? അശ്വതി മിസ് പറയാറുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല വർത്താനമാണ്. നല്ല സ്റ്റുഡൻസ് ആണെന്ന് പറയാറുണ്ട് കേട്ടോ. വർത്താനം പറഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, കം ടു ദ പോയിന്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. ഓക്കെ. വാല്യൂ അനാലിസിസിന്റെ പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? ഈ പറയുന്ന പോയിന്റ് എഴുതണം കേട്ടോ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഓക്കെ. അതെ, ടൈം പോകുന്ന അറിയില്ല വർത്താനം പറഞ്ഞിരുന്നത്. റിമൂവൽ ഓഫ് ആൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. അതായത് എന്താണ്? നമ്മുടെ വീട്ടിലൊരു പഴയ TV ഉണ്ട്. പഴയ TV അറിയാലോ എല്ലാവർക്കും. പഴയ TV പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന TV അല്ലേ? ആരെങ്കിലും വീട്ടിലുണ്ടാ TV? പഴയ TV ഉണ്ട്? ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ടാ? തൻസി മറന്നുപോണ്. ഉണ്ടായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ എന്താണ്? ആ പഴയ TV ഉണ്ട്. അപ്പൊ എന്താണ്? ഇപ്പോഴത്തെ കാലത്തേക്ക് വരുമ്പോ എന്താണ്? LED TV അല്ലെ? അങ്ങനെയുള്ള ടിവികളാണ് അല്ലെ? വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്ന ടിവികളാണ് എല്ലാവരുടെയും വീട്ടിലുള്ളത്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ പഴയ ടിവിയില് അത് അതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പഴയ TV മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ TV വാങ്ങിക്കും അല്ലെ? അല്ലെങ്കിൽ പഴയ TV പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ പുതിയ TV ആണ്. നമ്മൾ പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട് അല്ലെ? എല്ലാവരുടെയും വീട്ടിൽ പുതിയതാണ്, നമ്മുടെ വീട്ടിൽ മാത്രമില്ല. എല്ലാവരും ചിലവരൊക്കെ പറയാറുണ്ടല്ലേ? നമ്മള് പറയാറുണ്ടാ? അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് അത് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
അത് നമ്മള് മാറ്റിയിട്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കും. ഓക്കെ, LED TV നമ്മൾ വാങ്ങിച്ചു അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, വസ്തുക്കളുടെ മൂല്യം മനസ്സിലാക്കി റിമൂവ് ചെയ്യേണ്ടവ റിമൂവ് ചെയ്തുകൊണ്ട് പുതിയതൊരെണ്ണം നമ്മൾ വാങ്ങിക്കാം. ഇനി അല്ലെങ്കിൽ പറയാം, ഇപ്പോ നമ്മളുടെ വീടിന്റെ അടുത്ത് പാവപ്പെട്ടവരോ അല്ലെങ്കിൽ അത്ര പണക്കാരല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, പാവപ്പെട്ടവരോ വാങ്ങിക്കാനായിട്ട് പണമില്ലാത്ത അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പഴയ TV അവർക്ക് കൊടുക്കും. അത് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ചെറിയ അവിടേക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിലും അത് കാണാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് കൊടുത്തിട്ട് നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിക്കാറുണ്ട്. ചാരിറ്റി ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യും. അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പോണന്റ് മെഷീൻ യൂസ് ചെയ്യണം. അതായത് നമുക്ക് എത്തരത്തിലുള്ള കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്നതായിരിക്കും. അത് ദീർഘനാൾ നിലനിൽക്കും അല്ലെ, ഒരു 5 വർഷമോ 6 വർഷമൊക്കെ ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഒരു റിപ്പയർസോ ഒന്നും കൂടാതെ നമ്മുടെ അത്രയും നാള് അത് പ്രവർത്തിക്കാനായിട്ട് പറ്റും അതിനെ കൊണ്ട്, ഇല്ലേ? അപ്പൊ എന്താണ്, അത്രയും നാള് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മെയിൻ്റെനൻസ് വർക്കോ റിപ്പയർസോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, അങ്ങനെ ഇല്ലേ? ഓക്കെ, പിന്നെന്താ? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ഒരു സാധനം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കണം എന്നാ പറയുന്നത്. എല്ലാ ഫീച്ചേഴ്സും നോക്കാറുണ്ടോ? നിങ്ങൾ നോക്കാറുണ്ടോ? എന്തൊക്കെയാ നോക്കാറ്? എന്തൊക്കെ നോക്കും? ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാങ്ങിക്കാൻ പോണേണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക? വർക്കിംഗ് ആണോ നോക്കും, പിന്നെ എക്സ്പയറി ഡേറ്റ് നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കും നമ്മള്, പിന്നെ എന്തൊക്കെയാണ്? പിന്നെന്തൊക്കെ നോക്കും? യൂസസ് നോക്കും, ഡാമേജ് ഉണ്ടോ നോക്കും, പിന്നെ കളറ് നോക്കാറുണ്ട്. ഓക്കെ, അപ്പിയറൻസ്, പിന്നെ ഡിമാൻഡ് ഉണ്ടോ നോക്കും, വാറന്റി നോക്കാറുണ്ട്. വെരി ഗുഡ്. എത്ര കാലം നിലനിൽക്കുമെന്ന്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കും അല്ലെ, അതിന്റെ റാപ്പിംഗ്, അത് എത്ര ഇപ്പോ എത്ര എണ്ണം ഉണ്ട്, അതിന്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഡ്യൂറേഷൻ അല്ലെ, നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഐറ്റവും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിന്റെ എല്ലാ ഫീച്ചേഴ്സും നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. ഇനി എന്താ? ഇൻസ്പെക്ഷൻ ഓഫ് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് ഫോർ ദ അഡ്വാൻറ്റേജ് ആൻഡ് യൂസേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്കും ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് വില കുറഞ്ഞ നിലവാരമുള്ള വസ്തുക്കളുടെ പരിശോധന. അതായത് ഒരു സെയിം മെറ്റീരിയൽ നമ്മൾ എന്താണ് വാങ്ങിക്കുകയാണെങ്കിൽ പല കടകൾ കയറി ഇറങ്ങാറുണ്ട് നമ്മള്. ഫാത്തിമ ഒന്നും വീഡിയോ ഓഫ് ആക്കട്ടോ. അല്ലെ, നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മള് പല കടകള് സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മൾ നോക്കി എവിടെയാണ് വില കുറവുള്ളത്, ഏത് കടകളിലാണ് വില കുറവുള്ളത് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ ഒരു മെറ്റീരിയൽസ് എടുക്കാം, ചുരിദാർ മെറ്റീരിയൽസ്, എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് നമ്മൾ നോക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കാറുണ്ടല്ലേ, എവിടെയാണ് ഈ ടോപ്പിന് വില കുറവുള്ളത്, അല്ലെങ്കിൽ ഈ മെറ്റീരിയലിന് എവിടെയാണ് ഇതിനെക്കാട്ടിലും വില കുറവുള്ളത്. നമ്മൾ നോക്കി കയറി ഇറങ്ങി പല കടകൾ പരിശോധിക്കാറുണ്ട്, ഇല്ലേ? ആരും ചെയ്യാറില്ലേ? നമ്മൾ നോക്കാറുണ്ട് അല്ലെ. മീഷോ, ഫ്ലിപ്കാർട്ട് അതേ വരുന്നു അല്ലെ. നമ്മൾ നോക്കും, നമ്മൾ അതിൽ നിന്നൊക്കെയാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത്. ഇനി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ഡിസഡ്വാൻറ്റേജ് ഇല്ലേ? കുഴപ്പമില്ല ഫാത്തിമ, കുഴപ്പമില്ല കേട്ടോ. എന്താണ്? ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മളിപ്പോ നല്ല കളറും അതൊക്കെ നോക്കിയിട്ട് നമ്മള്
എന്താണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ ചിലപ്പോ നമ്മൾ കണ്ട കളറായിരിക്കില്ല നമുക്ക് കിട്ടുന്നത് ഇല്ലേ. അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അല്ലെ, കളർ ഡിമാവും ക്വാളിറ്റി ഉണ്ടാവോ ചിലപ്പോ നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് കിട്ടുമല്ലേ, നമ്മുടെ തലവര വേണം, ഭാഗ്യം വേണം അല്ലെ. കിട്ടാറുണ്ട് ചിലത് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളത് കിട്ടാറുണ്ട് നമുക്ക്. സൈസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ട് കിട്ടാറുണ്ട്. അതെ അതെ, പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, നമ്മള് എന്താണ് ഒരു ഇപ്പോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് ചിലപ്പോ അവിടെ ഒരു കടയിൽ ഇപ്പൊ 5 രൂപയാണ്, ലെക്സിപ്പൻ തന്നെ എടുക്കാം. ഇപ്പൊ 5 രൂപയാണോ ലെക്സിപ്പനിന്, എനിക്ക് അറിയില്ല, ഞാൻ വാങ്ങിക്കാറില്ല. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് 5 രൂപ. ചില കടകളിലൊക്കെ ഇറങ്ങുമ്പോ 7 രൂപയൊക്കെ അവര് പറയാറുണ്ട്, 7 രൂപ 6 രൂപയ്ക്ക്. ഇപ്പൊ 7 ആണോ, 6, 8 ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ പല റേറ്റിംഗും വരുന്നത് കണ്ടോ. നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് 8, 7, 6, 5 എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ എവിടെയാണ് ഏതെങ്കിലും ഒരു കടയിലേക്ക് ഇത് ഇറങ്ങുമ്പോ നമുക്ക് കിട്ടും അപ്പുറത്തേക്കാട്ടിയും കുറവ് പൈസ ആണെങ്കിൽ, 5 രൂപയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 5 രൂപയുള്ള കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുക ഇല്ലേ. സെയിം ക്വാളിറ്റി ആയിരിക്കും അല്ലെ. ഇപ്പൊ 7 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, അപ്പൊ 5 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 7 രൂപയാണെങ്കിൽ ഏറ്റവും വില കുറവുള്ള കടയിൽ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇൻസ്പെക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് in relation to the money to be spent and realization of its worth in due course. അതായത് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് പരിശോധിക്കുക. ഏത് സാധനം ആണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ചിലവഴിക്കേണ്ട ആ സാധനത്തിന് നമ്മൾ ചിലവഴിക്കേണ്ട തുകയുടെ സ്രോതസ് എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഏത് സാധനമാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ പർപ്പസ് ഓർ എയിം. ഏതിന്റെയാണ് വാല്യൂ അനാലിസിസ്. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് പിക്ചർ? ഫസ്റ്റ് വൺ മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്, പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസും സ്റ്റോർസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ പൊസിഷനിൽ ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ഉണ്ടാവും. പിന്നീട് പർച്ചേസ് എന്നും സ്റ്റോർ എന്നും ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ പർച്ചേസിന്റെ ആ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ ഉണ്ടാവും? അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് പർച്ചേസ് അസിസ്റ്റന്റ്. ഇനി സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ആരാണ്, ഏത് പൊസിഷനാണ്? അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും, അദ്ദേഹത്തിന് കീഴില് സ്റ്റോർ കീപ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഏറ്റവും ആ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ആരൊക്കെയാണ് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിലുള്ളത്? മെറ്റീരിയൽസ് മാനേജർ, പിന്നീട് പർച്ചേസും സ്റ്റോഴ്സും ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇങ്ങനെ 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പർച്ചേസില് അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് പർച്ചേസ് അസിസ്റ്റന്റ് ആണ്. സ്റ്റോഴ്സില് അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും, അവർക്ക് കീഴിൽ വരുന്നത് സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ, വായിച്ചു നോക്കിയേ ഇത്രയും വരെ. പർപ്പസിലെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട ആ പണത്തിന്റെ ആ സ്രോതസ് പരിശോധിക്കണം. ഓക്കെ, ചെലവഴിക്കേണ്ട തുകയുടെ സ്രോതസ് പരിശോധിക്കുക. അതുപോലെ തന്നെ ഏത് സാധനമാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയുക.
നെക്സ്റ്റ് പർച്ചേസിംഗ് കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. പർച്ചേസിംഗ് നോക്കാം. പർച്ചേസിംഗ് ഓക്കെ. പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ the goods and services for the buying entity. Purchasing activities are required to make sure that required items are acquired in a timely manner and a reasonable cost. Purchasing done as per the needs or activities undertaken by the hospital. അപ്പൊ എന്താണ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് പർച്ചേസിംഗ്? പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദി ബയിങ് എൻറ്റിറ്റി. അതായത് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്കോ ഗുഡ്സ് ആൻഡ് സർവീസസുകള് ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് നമ്മള് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇനി പർച്ചേസിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണ്? items are acquired in a timely manner and at a reasonable cost. അല്ലെ, നമ്മൾ ടൈമിലി അതുപോലെ തന്നെ റീസണബിൾ കോസ്റ്റിലും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം. Purchasing done as per the needs and or activities undertaken by the hospital. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ ആവശ്യങ്ങളോ അനുസരിച്ചിട്ടാണ് പർച്ചേസിംഗ് നടക്കുന്നത്. അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരം പ്രവർത്തനങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയൽസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചോക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇത്രയും വരെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് പഠിച്ചിട്ട് വന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.